ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. ശബരിമല പ്രക്ഷോഭത്തിൻ്റെ അതിനിർണായകമായ ഒരു പകലാണ് ഇന്ന് കടന്നുപോയത്. നൂറ്റാണ്ടുകളായി ശബരിമല ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് വിശ്വാസികൾ പാലിച്ചു പോരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കപ്പെടുകയും അതിനൊരു ഭരണകൂടം കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന സവിശേഷമായ സാഹചര്യത്തിൽ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളും പ്രയാസങ്ങളും അവരുടെ നൊമ്പരങ്ങളും സംഘർഷങ്ങളുമെല്ലാം അണപൊട്ടി ഒഴുകിയിട്ടുള്ള ദിവസമായിരുന്നു ഇന്നലെയും ഇന്നുമായി കടന്നുപോയത്. സ്വാഭാവികമായും ഇന്നത്തെ ദിവസം ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വൈകാരികമായ ഒരു പ്രകടനമായിട്ടാണ് മാറിയത്. ഇന്നത്തെ രാത്രിയിൽ എന്ന കാര്യമില്ല. പക്ഷേ അതിലെവിടെയും BJPയുടെ ഒരു മുഖം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കേരളത്തിൽ മാധ്യമലോകം BJPയോടും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടും സ്വീകരിച്ചിട്ടുള്ള ഇന്നത്തെ രാത്രിയിൽ ചർച്ചകളിൽ BJPയുടെ നിലപാടുകൾ അറിയാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്. മാധ്യമപ്രവർത്തനം ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിൻ്റെ പ്രകടനമാണ്. വാർത്തകളാണ് മാധ്യമങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത്. മാധ്യമപ്രവർത്തകന്മാർക്ക് നിലപാടുകളുണ്ടാകാം. കേരളത്തിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ അതിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആ മാധ്യമങ്ങളിലെ ഒരു ചെറിയ വിഭാഗമാണെങ്കിലും മാധ്യമപ്രവർത്തകന്മാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിരുന്നു. അത് ഒട്ടും ഗുണകരമായിരുന്നില്ല. ആ നിലപാടിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകർ അവർ BJPയെയും സംഘപരിവാരത്തെയും ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. അതിനുപോൽബലകമായി അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ ചില ഭാഗങ്ങളിൽ മാധ്യമപ്രവർത്തകന്മാർ അവർക്ക് ചില അക്രമങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസത്തെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. ശബരിമലയിൽ യുവതീ പ്രവേശനമുണ്ടായപ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കപ്പെട്ടപ്പോൾ നടയടക്കാൻ തന്ത്രനിർബന്ധിതമായപ്പോൾ അതിനൊരു ഭരണകൂടം മുഴുവനും ഈ ആചാരലംഘനത്തിന് കൂട്ടുനിന്നപ്പോൾ വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടിരുന്നു. വ്രണപ്പെട്ട വികാരം പലതരത്തിൽ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടാകാം. ഒരു ഭാഗത്ത് മനസ്സിലേറ്റുവാങ്ങിയിട്ടുള്ള മുറിവുമായി വൈകാരികമായി വിശ്വാസികൾ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പരിശ്രമിച്ചപ്പോൾ അതിനെ പരിഹസിക്കാൻ, ആ വിശ്വാസ സമൂഹത്തെ ആക്ഷേപിക്കാൻ, തെരുവിൽ നാമജപവുമായി പ്രതിഷേധിക്കാൻ ഇറങ്ങിയ സ്ത്രീകളും കുട്ടികളും അടങ്ങിയിട്ടുള്ള ആളുകളെ ആക്രമിക്കാൻ, ഇതൊക്കെയായിരുന്നു ഇന്നലെ ഭരണകൂടം ശ്രമിച്ചത്. ഒരു ഭാഗത്ത് പോലീസും മറുഭാഗത്ത് CPMഉം ചേർന്നുകൊണ്ട് ഈ അക്രമത്തിന് നേതൃത്വം നൽകി. അതിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ മാധ്യമപ്രവർത്തകന്മാർക്കും ചില പരിക്കുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചില മാധ്യമപ്രവർത്തകന്മാർക്ക് എങ്കിലും സ്വീകാര്യമല്ലാത്ത സമീപനമുണ്ടായിരിക്കാം. അത് ഖേദകരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചില സംഭവങ്ങളുണ്ടായി. BJPയുടെ സത്യാഗ്രഹ പന്തൽ ആക്രമിക്കാൻ CPMന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ CPMന്റെ പ്രമുഖനായിട്ടുള്ള നേതാവും മുൻ MLAയുമായ ശ്രീ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ CPM പ്രവർത്തകന്മാർ സത്യാഗ്രഹ പന്തൽ ആക്രമിക്കാൻ തയ്യാറായത്
പോലീസിൻ്റെ കൺമുമ്പിലാണ്. പോലീസ് അക്രമികളെ വിരട്ടിയോടിക്കുന്നതിന് പകരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സത്യാഗ്രഹ പന്തൽ, അത് 31 ദിവസമായി നടക്കുന്ന നിരാഹാര സത്യാഗ്രഹ പന്തലിൽ ആക്രമിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള CPM ക്രിമിനലുകളായിട്ടുള്ള അക്രമികളെ തുരത്തിയോടിക്കുന്നതിന് പകരം പോലീസ് ചെയ്തത് BJPയുടെ സമരപ്പന്തലിലേക്ക് ഗ്രനേഡ് എറിയാൻ, ആ സമരപ്പന്തലിൽ ഇരിക്കുന്ന ആളുകളെ വിരട്ടിയോടിക്കാൻ, സ്ത്രീകളടക്കമുള്ള ആളുകളെ അതിക്രമിക്കാനാണ് ശ്രമിച്ചത്. അതിനെ പ്രതിരോധിക്കാൻ സ്വാഭാവികമായും BJP നിർബന്ധിതമായിട്ടുണ്ട്. സത്യാഗ്രഹം ഇരിക്കുന്ന BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ശിവരാജന് ബോധക്കേടുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം രക്ഷിക്കാൻ ചില ശ്രമങ്ങൾ BJPക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഏതെങ്കിലും പ്രവർത്തകന്മാരുടെ വൈകാരികമായിട്ടുള്ള പ്രകടനത്തിൽ ചില മാധ്യമപ്രവർത്തകന്മാർക്ക് സുഖകരമല്ലാത്ത അനുഭവം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഇന്നു രാവിലെയും സമാനമായ അനുഭവങ്ങളുണ്ടായി. ഒരിക്കലും BJP അത്തരം നിലപാടുകളെ അംഗീകരിക്കുന്ന ആളുകളല്ല. BJP ഒരിക്കലും മാധ്യമപ്രവർത്തകന്മാരെ ആക്രമിക്കാൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയല്ല. മാധ്യമപ്രവർത്തകരോട് ഏറ്റവും സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് BJP. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാവരും BJP വിരുദ്ധ നിലപാടുള്ളവരാണ്, സംഘപരിവാർ ആശയത്തെ നഖശികാന്തം വിമർശിക്കുന്നവരാണ് എന്നറിഞ്ഞുകൊണ്ടു തന്നെ അവരുടെ BJP വിരോധത്തെ മാറ്റി നിർത്തിയാൽ അവരോടെല്ലാവരോടും സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിക്കുന്ന വ്യക്തിപര മാധ്യമപ്രവർത്തകന്മാരോട് ചോദിക്കാൻ BJP നേതൃത്വം തയ്യാറായതാണ്. പാർട്ടിയുടെ മുതിർന്ന നേതാവ്, ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസ്, അദ്ദേഹം സമരപ്പന്തലിൽ ഉണ്ടായിരുന്നു. ചില മാധ്യമപ്രവർത്തകന്മാർ പരാതി പറഞ്ഞപ്പോൾ അവരെടുത്തു പോകാനും അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാനും അവിടെ കൂടിയിരിക്കുന്ന മാധ്യമപ്രവർത്തകന്മാരോട് ഉണ്ടായ സംഭവങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയും അതിലേതെങ്കിലും കമ്മ്യൂണിസ്റ്റ് അനുകൂല എന്ന് പറഞ്ഞ PS ശ്രീധരപിള്ള പാർട്ടി ഓഫീസിൽ വാർത്താ സമ്മേളനം വിളിച്ചു. ആ വാർത്താ സമ്മേളനവും കോഴിക്കോട് മാധ്യമപ്രവർത്തകന്മാർ ബഹിഷ്കരിച്ചു. കോട്ടയത്ത് ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റും ശബരിമല കർമ്മസമിതിയുടെ നേതാവുമായ ശ്രീമതി ടീച്ചർ ക്ലബിൽ പത്രക്കാരെ കാണാൻ ശ്രമിച്ചപ്പോൾ ആ പ്രസ് ക്ലബ്ബ് ശശികല ടീച്ചർക്ക് പത്രസമ്മേളനം നടത്താൻ അനുവദിക്കുകയില്ല എന്ന വിചിത്രമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കോട്ടയത്തെ പ്രസ് ക്ലബ്ബും കോട്ടയത്തെ മാധ്യമപ്രവർത്തകന്മാരും തയ്യാറായി. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയിലാണ്. ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തിന് ഇന്ന് കാണുന്ന ഈ സജീവമായിട്ടുള്ള മാധ്യമപ്രവർത്തനത്തിന് ഒരു 3.5 പതിറ്റാണ്ട് കാലത്തെ അനുഭവവും ചരിത്രമെങ്കിലും ഉണ്ട്. കഴിഞ്ഞ 10-35 വർഷക്കാലത്തെ കേരളത്തിലെ സജീവമായ മാധ്യമപ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെയുള്ളൊരു ബഹിഷ്കരണത്തെ സൂചിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇതുപോലെ ഒരനുഭവം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. BJPയെ പോലുള്ള രാഷ്ട്രീയ പാർട്ടി മാധ്യമപ്രവർത്തകരോട് ഏറ്റവും സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ നേതൃത്വത്തെ ബഹിഷ്കരിക്കാൻ ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് മാധ്യമപ്രവർത്തകന്മാർ തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കാൻ
മാധ്യമലോകം ഒന്നാകെ തയ്യാറാകുകയും ചെയ്തപ്പോൾ അത് ഞങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ള പ്രയാസവും വിഷമവും അങ്ങേയറ്റമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ വാർത്താ ചാനലുകളിൽ BJPയുടെ മുഖം കാണാത്തത്. BJPയെ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ അകത്തു പോയിരുന്ന് ചർച്ച നടത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നത്തെ ചർച്ചകളിൽ നിന്ന് BJP വിട്ടുനിൽക്കാനുള്ള നിലനിർത്തിക്കൊണ്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനെയും ഒരു BJP നേതാവും ആക്ഷേപിച്ചിട്ടില്ല. ഒരു BJP നേതാവും നിങ്ങളെ ആക്രമിക്കാൻ കൂട്ടുനിന്നിട്ടില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, തിരിഞ്ഞു നോക്കണം. നിങ്ങൾ ആരാണ് നിങ്ങളെ ആക്രമിച്ചത്? ആരാണ് നിങ്ങളെ ആക്ഷേപിച്ചത്? നിങ്ങളുടെ സഹപ്രവർത്തകന്മാരുടെ ചോര തെരുവിൽ വീണിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആര്? അവിടെയെല്ലാം CPMന്റെ നേതൃത്വത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ P. ജയരാജനാണ് ഏഷ്യാനെറ്റിന്റെ മുതിർന്ന റിപ്പോർട്ടറായിട്ടുള്ള ഷാജഹാനെ പരസ്യമായി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. P. ജയരാജന്റെയോ CPMന്റെയോ ഒരു വാർത്താ സമ്മേളനവും നാളിതുവരെ നിങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല. കേരളത്തിൽ CPM പ്രവർത്തകന്മാർ ആക്രമിച്ചിട്ടുള്ള നിരവധി മാധ്യമ പ്രവർത്തകന്മാരുണ്ട്. അവിടെയൊന്നും നിങ്ങൾ ഈ നിലപാടെടുത്തിട്ടില്ല. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് ചെന്നപ്പോൾ കടക്കു പുറത്ത് എന്ന് പറഞ്ഞത് നാം കേട്ടിട്ടുള്ളതാണ്. ഒരു പ്രതിഷേധം പോലും നിങ്ങളുടെ ഭാഗത്ത് ഉയരുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പിറ്റേ ദിവസം മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എന്ന് പറയാൻ നിങ്ങളുടെ നാവ് ഉയർന്നിട്ടില്ല എന്നുള്ളത് കേരളം കണ്ടിട്ടുള്ളതാണ്. ആലപ്പുഴയിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു ചാനൽ റിപ്പോർട്ടറിന്റെ ക്യാമറ അറിയാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശരീരത്തിൽ നിന്ന് മുട്ടിയപ്പോൾ ആ മാധ്യമ പ്രവർത്തകനോട് കയർത്ത് സംസാരിച്ചത് നാം കണ്ടിട്ടുണ്ട്. ആ ഭാഷ, ആ മുഖത്തിന്റെ ഭാവം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടത് BJPയുടെ ഒരു നേതാവും അങ്ങനെ ഇതുവരെ പെരുമാറിയിട്ടില്ല. BJPയുടെ ഒരു നേതാവിൻ്റെയും സാന്നിധ്യത്തിൽ നിങ്ങൾക്കെതിരായി ഒരു അക്രമം ഉണ്ടായിട്ടില്ല. ഒരു മാധ്യമ സ്ഥാപനത്തെയും ആക്രമിക്കാൻ ഞങ്ങളുടെ നേതൃത്വം തയ്യാറായിട്ടില്ല. ശരിയായിരിക്കാം, ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ പങ്കെടുക്കുന്ന ഒരു വലിയ പ്രകടനത്തിൽ എവിടെയെങ്കിലും വീഴ്ചകൾ ഉണ്ടായേക്കാം. ആ വീഴ്ചകൾ പരിഹരിക്കാൻ, അത് റേറ്റിഫൈ ചെയ്യാൻ, പ്രയാസമുണ്ടായിട്ടുള്ള മാധ്യമ പ്രവർത്തകന്മാരെ ആശ്വസിപ്പിക്കാൻ, അവരോട് ഒരു തരത്തിലുള്ള വിമുഖതയും പ്രകടിപ്പിക്കാതെ ക്ഷമ ചോദിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി മാധ്യമപ്രവർത്തകന്മാർ സ്വീകരിച്ച നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, വേദനാജനകമാണ്. നിങ്ങൾ പിണറായി വിജയന്റെ മുമ്പിൽ, CPM നേതാക്കന്മാരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാൻ തീരുമാനിച്ചവരാണ്. നിങ്ങളാരും കുനിയരുത് എന്ന അഭിപ്രായമുള്ള പാർട്ടിയാണ് BJP. നിങ്ങൾ BJP നേതാക്കന്മാരുടെ മുമ്പിലും കുനിയരുത്, നിവർന്നു തന്നെ നിൽക്കണം. നിവർന്നു നിന്നുകൊണ്ട് മാധ്യമ ലോകത്തിന് അഭിമാനകരമായി നിങ്ങൾ മാറണം. പക്ഷേ നിവർന്നു നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരെ കൂടി പരിഗണിക്കാൻ തയ്യാറാകണം. ശബരിമല വിഷയത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങളെങ്കിലും സ്വീകരിച്ച നിലപാടുകൾ, അതിൽ പ്രതിഷേധമുള്ളവരുണ്ട്, അതിൽ സ്വാഭാവികമായി അമർഷമുള്ളവരുണ്ടാകാം. അതും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. മാധ്യമങ്ങളുടെ മാനേജ്മെൻറ്റുകൾ, അവരോടും BJPക്ക് പറയാനുള്ളത്, ഈ കാര്യത്തിൽ അസഹിഷ്ണുതയുടെ നിലപാട് സ്വീകരിക്കാൻ മാധ്യമലോകം തയ്യാറാകുന്നത് അപകടകരമാണ്. ഈ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏറ്റവും വലിയ പോരാട്ടം സംഘടിപ്പിച്ച പാർട്ടിയാണ് BJP. ആ BJPയെ ബഹിഷ്കരിക്കാൻ മാധ്യമലോകം തീരുമാനിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഞങ്ങളുടെ പൂർവ്വരൂപമായ ഭാരതീയ ജനസംഘവും സ്വീകരിച്ച നിലപാടുകൾ മാധ്യമലോകം മറക്കാൻ പാടില്ല എന്ന് എല്ലാ ബഹുമാനത്തോടും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വേവലാതിയും വിഷമവുമൊന്നുമില്ല. കാരണം BJP ഈ രാജ്യത്ത് വളർന്നു വന്നത് മാധ്യമങ്ങളുടെ തലോടലേറ്റു വാങ്ങിയിട്ടല്ല. മാധ്യമത്തിൻ്റെ ഒരു സൗഹൃദവും BJPക്ക് അനുകൂലമായി ലഭിച്ചിട്ടില്ല. ഇന്ത്യയിലെ എല്ലാ മാധ്യമ ലോകവും നഖശിഖാന്തം വിമർശിച്ചപ്പോഴും ആ വിമർശനങ്ങളെ പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണ് BJP. കേരളത്തിൻ്റെ മണ്ണിൽ പ്രബലമായ രണ്ട് മുന്നണികൾക്കിടയിൽ BJP നിൽക്കുമ്പോൾ മാധ്യമലോകം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനം എത്രയാണ് എന്ന് ഏറ്റവും നന്നായി അറിയുന്നവരാണ് കേരളത്തിലെ BJP പ്രവർത്തകന്മാർ. നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോൾ, ഞങ്ങളുടെ വാർത്തകൾ തമസ്കരിക്കാൻ
ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ, വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകന്മാർ ഫ്രാക്ഷൻ ഉണ്ടാക്കി BJPയെ താറടിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ, അപ്പോഴെല്ലാം ഞങ്ങൾ നിങ്ങളോട് പുഞ്ചിരിച്ചിട്ടേയുള്ളൂ. കാരണം ഞങ്ങൾ അന്നും വിശ്വസിച്ചത് മാധ്യമ പ്രവർത്തകന്മാരുടെ തലോടൽ ഒരു കാലഘട്ടത്തിലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിനെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത്. നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ ബഹിഷ്കരിക്കുമ്പോൾ അതേ പുഞ്ചിരിയോടുകൂടി തന്നെ ഞങ്ങൾ അതിനെ നോക്കിക്കാണുന്നു. ജനങ്ങളിടയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ, ജനങ്ങളുടെ സ്നേഹം സ്വീകരിക്കാൻ BJPക്ക് BJPയുടേതായിട്ടുള്ള വഴികളുണ്ട്. ശബരിമല പ്രക്ഷോഭം അതിൻ്റെ ഒരു ഭാഗമാണ്. ഇന്നും ഇന്നലെയും ലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയാണ്. ആ പ്രതിഷേധത്തെ കേരളത്തിൽ നേരിട്ട രീതി നാം കണ്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM പരസ്യമായി റോട്ടിലിറങ്ങി. ഹർത്താൽ വിജയിപ്പിക്കാൻ വേണ്ടി പ്രകടനം നടത്തുന്നവരെ പോലീസുകാർ നേരിട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ കേരളത്തിൽ പോലീസുകാർ മാത്രമല്ലല്ലോ ഇന്ന് നേരിട്ടത്. CPMന്റെ ക്രിമിനലുകൾ ഇന്നലെ രാത്രി മുതൽ അവർ റോട്ടിലായിരുന്നു. അവർ ഹർത്താൽ പരാജയപ്പെടുത്താൻ വേണ്ടി കേരളത്തിലുടനീളം അക്രമം അഴിച്ചുവിടാൻ തയ്യാറായി. ആളുകളെ, ഹർത്താൽ അനുകൂലികളായിട്ടുള്ള ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, ഭീഷണിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നൂറുകണക്കിന് BJP ഓഫീസുകൾ അടിച്ചു തകർക്കപ്പെട്ടു. പാലക്കാട് BJP ജില്ലാ ഓഫീസിലേക്ക് CPMന്റെ നൂറുകണക്കിന് ആളുകൾ നടന്നിട്ടുള്ള മാർച്ചുണ്ടായി. അവിടെ സംഘർഷമുണ്ടായി. ജില്ലാ ഓഫീസ് ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി. പാലക്കാട് CPIയുടെ ഓഫീസ് പോലീസുകാർ കല്ലെറിഞ്ഞു തകർത്ത്, എന്നിട്ട് അത് BJPയാണ് എന്ന വ്യാജ വാർത്ത പ്രചരിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായി. കേരളത്തിൽ ഇതേപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പാർട്ടിയുടെ നേതാക്കന്മാർ ആക്രമിക്കപ്പെട്ടു. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ തലശ്ശേരിയിലെ വീട്ടിൽ ബോംബാക്രമണമുണ്ടായി. വീട് തല്ലി തകർക്കാൻ ശ്രമമുണ്ടായി. കോഴിക്കോട് യുവമോർച്ച പ്രവർത്തകന്മാർക്കെതിരായിട്ടുള്ള അക്രമമുണ്ടായി. കേരളത്തിലുടനീളം സമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. എറണാകുളത്ത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ആക്രമിക്കപ്പെട്ടു. ഇന്നലെ തൃശ്ശൂരിൽ യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്രമിക്കപ്പെട്ടു. എത്രയെത്ര സംഭവങ്ങൾ! കേരളത്തിൽ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കുമെതിരായി പോലീസും CPM ചേർന്നുകൊണ്ടുള്ള കിരാതമായ ആക്രമണമുണ്ടായി. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ ഹർത്താൽ കേരളത്തിൽ വിജയിച്ചിരുന്നത്. പന്തളത്ത് ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയ അയ്യപ്പ ഭക്തരെ CPM ഓഫീസിൽ നിന്ന് കല്ലെറിഞ്ഞു. ആ കല്ലേറിലാണ് CPM കഷ്ണങ്ങളും ചുടുകട്ടകളും പ്രകടനത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ ആക്രമത്തിലാണ് ഒരു അയ്യപ്പ ഭക്തന് പരിക്കേറ്റത്. അദ്ദേഹമാണ് ഇന്നലെ രാത്രി ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. ഒരുപക്ഷേ ശബരിമല പ്രക്ഷോഭത്തിനിടയിൽ നഷ്ടപ്പെടുന്ന മൂന്നാമത്തെയോ നാലാമത്തെയോ ജീവനാണ് ഇന്നലെ പന്തളത്തുണ്ടായത്. അത് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള സംഭവമാണ്. കേരളം മുഴുവൻ വേദനിച്ചിട്ടുള്ളതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? ഇന്ന് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു അത് ഹൃദയസ്തംഭനം മൂലമാണ് മരണപ്പെട്ടതെന്ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ശിരസിനേറ്റിട്ടുള്ള ആഘാതവും അമിതമായിട്ടുള്ള രക്തസ്രാവവുമാണ് മരണകാരണമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തിനാണ് മുഖ്യമന്ത്രി ആ പാവപ്പെട്ട അയ്യപ്പ ഭക്തന്റെ കുടുംബത്തെ അപമാനിച്ചത്? തല നാലായി ചെതറിത്തെറിച്ച് രക്തം മാർന്നൊലിച്ചൊരാൾ ആശുപത്രി കിടക്കയിൽ മരണപ്പെട്ടപ്പോൾ മനുഷ്യ സഹജമായ ഒരു വികാരത്തോടുകൂടി ആ മരണത്തെയും ആ കുടുംബത്തെയും കാണാനുള്ള മനുഷ്യത്വം പോലും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയതിൽ കേരളം ഇന്ന് ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. എന്തിനാണ് തന്റെ പാർട്ടിക്കാർ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അപമാനിക്കാൻ, അദ്ദേഹത്തിന്റെ മരണത്തെ ആക്ഷേപിക്കാൻ എന്തിനാണ് മുഖ്യമന്ത്രി തയ്യാറായത്? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കേരളം ഇന്നലെയും ഇന്നും കാണുന്നത് സമാനതകളില്ലാത്ത സംഭവത്തിനാണ്. ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ ഇതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കപ്പെടാൻ വേണ്ടി പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇത്തരണത്തിലാണ്. ഇതിന് CPM ഉത്തരം പറയേണ്ടതായിട്ട് വരിക തന്നെ ചെയ്യും. കേരളത്തിൽ തകർക്കപ്പെട്ട BJP ഓഫീസുകൾ, നിരപരാധികളായിട്ടുള്ള ആളുകൾക്കെതിരായി ചുമത്തപ്പെട്ടുള്ള കള്ളക്കേസുകൾ, സ്ത്രീകളെയും കുട്ടികളെയും പോലും ആക്രമിക്കാൻ തയ്യാറായിട്ടുള്ള മാർക്സിസ്റ്റ് മനോഭാവം, പോലീസുകാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരപരാധികളെ വേട്ടയാടിയിട്ടുള്ള തല്ലിച്ചതച്ചിട്ടുള്ള സംഭവം, ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ പാഠമാവുകയാണ്. പക്ഷേ ഇതിൽ തളരില്ല എന്ന തീരുമാനമാണ് അയ്യപ്പ ഭക്ത
ഭക്തരായിട്ടുള്ള ആളുകൾ സ്വീകരിച്ചത്. ഒരു ഭാഗത്ത് കമ്മ്യൂണിസം തലക്കു ബാധിച്ചു പോയ ഒരുപറ്റം മാധ്യമ പ്രവർത്തകന്മാരും, മറുഭാഗത്ത് ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമായിട്ടുള്ള പോലീസും, അതിനെല്ലാം ഉപരി CPM-ഉം ചേർന്നുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ തല്ലിത്തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമത്തെ അതിജീവിച്ചുകൊണ്ട് ഇന്നലത്തെ ഹർത്താൽ വിജയിപ്പിച്ച കേരളത്തിലെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരോട് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള അങ്ങേയറ്റത്തെ കൃതജ്ഞത ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ പ്രക്ഷോഭം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് കണക്ക് പറയേണ്ടതായിട്ട് വരും. 2 യുവതികളെ എന്തിന് ഈ പ്രച്ഛന്ന വേഷധാരികളായി ആരും കാണാതെ ശബരിമലയിലേക്ക് എത്തിച്ചു എന്ന ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. ഇന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സർക്കാരിന്റെ നിലപാടുകളെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. കോടതി വിധിയെക്കുറിച്ച് വല്ലാതെ വേവലാതിപ്പെടുന്ന, വല്ലാതെ കോടതി വിധിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്ന കേരളത്തിലെ CPM-ഉം ഗവൺമെന്റും എന്തേ ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല? അതുകൊണ്ട് ഇത് ഒരു തുടക്കമാണ്. ഈ തുടക്കം കേരളത്തിലെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതിന് എല്ലാവരുടെയും സഹായവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ബഹിഷ്കരണം ഇന്ന് മാത്രമായിട്ടല്ല. BJP തീരുമാനിച്ചിട്ടുള്ളത് വളരെ ബോധപൂർവം സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും BJP-കളെയും ആക്ഷേപിക്കാൻ വേണ്ടി ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകന്മാർ എടുത്തിട്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനം ആദ്യം അവർ മാറ്റട്ടെ. അത് മാറ്റുന്ന കാലത്തോളം, അത് മാറ്റാത്തിടത്തോളം BJP-യുടെ തീരുമാനത്തിലും മാറ്റമില്ല. ഒരു കാര്യം BJP ഉറപ്പിച്ച് കേരളത്തിലെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും പറയാൻ ആഗ്രഹിക്കുന്നു: നിങ്ങളുടെ ചാനൽ മുറിയിൽ കിട്ടുന്ന 20 മിനിറ്റ് സമയം കൊണ്ടല്ല കേരളത്തിൽ BJP വളർന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് തീരുമാനം നിങ്ങൾ മാറ്റുക. സ്വാഭാവികമായിട്ടും BJP അതിനുശേഷം തീരുമാനമെടുക്കും. ശബരിമല വിഷയത്തിൽ BJP സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് മാധ്യമങ്ങളുടെ ഇത്തരമൊരു അസ്വസ്ഥതയ്ക്കും ബഹിഷ്കരണത്തിനും കാരണം മാധ്യമങ്ങൾ ആദ്യം മുതലേ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് ശബരിമല വിഷയത്തിൽ BJP-ക്ക് ഒരു നിലപാടില്ല എന്നായിരുന്നു. പക്ഷെ BJP-യുടെ നിലപാടുകൾ വ്യക്തവും ദൃഢവുമാണ് എന്ന് ജനങ്ങൾക്ക് ഇന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാധ്യമങ്ങൾ ആവർത്തിച്ച് പ്രചരിപ്പിച്ചിട്ടും BJP-യുടെ വിശ്വാസ്യതയെ തകർക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു BJP പ്രക്ഷോഭം വിട്ടുപോയി എന്ന്. പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി പ്രക്ഷോഭരംഗത്ത് BJP ഉണ്ടായിരുന്നു. അപ്പോൾ ആവർത്തിച്ചുള്ള നുണകൾ ജനം വിശ്വസിക്കാതെ പോയ സന്ദർഭത്തിൽ അതിൽ അസ്വസ്ഥരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ, ഞാൻ അടിവരയിട്ട് പറയുന്നു, എല്ലാ മാധ്യമ പ്രവർത്തകന്മാർക്കും ഇതിൽ പങ്കില്ല. പക്ഷെ നിർഭാഗ്യവശാൽ അവരെല്ലാവരെയും നിയന്ത്രിക്കുന്നത് CPM ഫ്രാക്ഷനിൽപ്പെട്ടിട്ടുള്ള പഴയ SFI-ക്കാരും DYFI-ക്കാരുമാണ്. അവരുടെ മനസ്സിൽ ഇപ്പോഴും മാധ്യമ പ്രവർത്തനമല്ല ഉള്ളത്. ക്യാമ്പസ് കാലഘട്ടത്തിൽ തങ്ങൾ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യമാണ്, തങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന RSS വിരുദ്ധ ആശയമാണ് ഇപ്പോഴും അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് അവരാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ആ നിയന്ത്രണത്തിൽ പെട്ടുപോയിട്ടുള്ള ആളുകളാണ് ഈ തീരുമാനമെടുത്തത്. ആ തീരുമാനം ഒരു സംവാദത്തിന് ഗുണകരമാണോ എന്ന് മാധ്യമ ലോകം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയുക തന്നെ ചെയ്യും. Okay.